بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب قول النبي صلى الله عليه وسلم رب مبلغ أوعى من سامع. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസിനെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ അവസ്ഥകളും പഠിപ്പിച്ചു കൊടുക്കാൻ ഉപയോഗിക്കേണ്ട പ്രയോഗങ്ങളും അതെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തഅല്ലിമി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അവർക്കും പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കും നൽകുന്ന പ്രത്യേക ഒരു കാഴ്ചപ്പാടാണ്. ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഇൽമ് ഇവരിൽ അത് ഒതുങ്ങൂല, ഇവരത് മറ്റുള്ളവർക്ക് കൈമാറണം. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞിരിക്കണം. അത് പിൽക്കാലത്തേക്ക് പോയി കൊണ്ടേയിരിക്കും. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ഉലൂമുകളായതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ വളരെ കൃത്യതയോട് കൂടിയായിരിക്കണം പഠിപ്പിക്കേണ്ടത് എന്നും പഠിച്ചെടുക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഷെയ്ഖിൻ്റെ ഉസ്താദിൻ്റെ ഭാഗത്തിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ അങ്ങനെ തന്നെ ഹിഫ്ളാൻ നോക്കണം. ആ വാക്കുകൾക്ക് മാറ്റം വരുത്തരുത്, ആ പ്രയോഗങ്ങൾക്ക് ശൈലികൾക്ക് മാറ്റം വരുത്തരുത്. അവർ മനസ്സിലാക്കിയ ഒരു ആശയം, ആ ആശയത്തിനനുസരിച്ച് മറ്റൊരു പദപ്രയോഗം നടത്തുന്നതിനേക്കാൾ നടത്താൻ ഇമാമിങ്ങൾ പല കാരണങ്ങളും അവിടെ പറയുന്നുണ്ട്. മാന കൊണ്ട് റിവായത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഏറ്റവും അത് കുടുങ്ങുന്ന ഘട്ടത്തിൽ ചെയ്യാം. എല്ലാത്ത ഘട്ടങ്ങളിൽ എങ്ങനെയാണോ ഉദ്ധരിക്കപ്പെട്ടത് അങ്ങനെ തന്നെ പറയണം. കാരണം ഓരോരോ വാക്കുകൾക്കും ഓരോരോ പോയിന്റ്സുകൾ ഉണ്ടാകും. വലിയ വലിയ മഹാന്മാർ പറയുന്നതാകുമ്പോൾ, പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോരോ വാക്കുകൾ, ഓരോരോ പദപ്രയോഗങ്ങൾ, ഓരോരോ സന്ദർഭങ്ങൾ ഓരോന്നും വളരെ വിലമതിക്കുന്നതായതുകൊണ്ടും ഓരോന്നിനും പല ആശയങ്ങളും ഉള്ളതായതുകൊണ്ടും വളരെ ശ്രദ്ധിക്കണം. കേട്ട വാക്കുകൾ അതുപോലെ തന്നെ ഉദ്ധരിക്കണം. അതിന് ശരിക്ക് ശ്രദ്ധിച്ച് ഹിഫ്ളിടണം. പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നതാണ് ഈ ബാബ് കൊണ്ട് ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത്. ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗലിനെ വിശദീകരിക്കുന്ന ബാബാണ്. എന്താണ് കൗല്? റുബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഇൻ. ഇത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ ഹജ്ജിൻ്റെ ബാബിൽ മിനയിലുള്ള ഖുതുബയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ റുബ്ബ മുബല്ലഗിൻ ഔആ മിൻ സാമിഇൻ എന്ന നബി തങ്ങളുടെ കൗല് ഇവിടെ ഉദ്ധരിക്കുന്നത് മുഅല്ലഖായിട്ടാണ്. സനദ് പറയുന്നില്ല. നബി തങ്ങളെ കൗല് എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ മുഅല്ലഖാണ്, സനദ് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ സനദ് വിശദമായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ കിതാബിൽ മിനയിലുള്ള ഖുതുബയിൽ ഖുറത്ത് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ത്വരീഖിൽ കൂടെയായിട്ട് അൻ മുഹമ്മദ് ബിൻ സിരീന അന്നഹു ഖാൽ അഖ്ബറനി അബ്ദുറഹ്മാൻ ബിൻ അബി ബക്രത വറജുലുൻ അഫ്ളലു ഫീ നഫ്സി മിൻ അബ്ദുറഹ്മാൻ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ കിലാഹുമാ അൻ അബി ബക്രത റളിയല്ലാഹു അൻഹു വഅൻഹും അന്നഹു ഖാൽ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ നഹർ ഖാല അതദറൂന അയ്യൂമിൻ ഹാദാ വഫി ആഖിരിഹി ആദൽ ലഫ്ള്. അതിൻ്റെ അവസാനം ഈ ലഫ്ള് തന്നെ റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമീൻ എന്ന വാക്ക് വരുന്നുണ്ട്.
പക്ഷെ ആ വാക്ക് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിക്കലുണ്ട്. റുബ്ബ എന്ന് പറയുന്നത് തക്സീറിനിക്കാണ്. അപ്പം എന്താർത്ഥം വരും? അതിനർത്ഥം വെക്കുമ്പോൾ റുബ്ബ മുബല്ലഗിൻ, എത്ര ധാരാളം എത്തിച്ചു കൊടുക്കപ്പെടുന്ന ആളുകൾ, വളരെ കൂടുതൽ ആളുകൾ. ഔ ആമിൻ സാമിൻ, എൻ്റെ സാമിയും മിന്നി, സാമിയും അന്നി എന്നെല്ലാമുണ്ട്. സാമിയും മിന്നി എന്ന റിവായത്തിലുണ്ട്. എൻ്റെ വക്കൽ നിന്ന് കേൾക്കുന്നവനേക്കാൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന കുറേ ആളുകളുണ്ട്, ധാരാളം ആളുകളുണ്ട്, വളരെ കൂടുതൽ ആളുകളുണ്ട് എന്ന് അവിടെ അർത്ഥം വെക്കലുണ്ട്. ആ അർത്ഥം ശരിയല്ല. ഇമാം ബുഖാരി അത് ഇവിടെ വിശദീകരിക്കുന്നു. ആ വാക്കാണ് സാധാരണ ആളുടെ വ്യാപകമായി പറയുന്ന വാക്കാണ് റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമീൻ. അത് വളരെ മശൂറാണ്, എല്ലാവരും നാവ് കൂടി ഒഴുകുന്നതാണ്. ആ റുബ്ബ തക്സീറിനാക്കുമ്പോൾ എന്താ അർത്ഥം വെക്കുക? ധാരാളം ആളുകൾ, വളരെ കൂടുതൽ ആളുകൾ, എൻ്റെ വക്കൽ നിന്ന് കേൾക്കുന്നവരെക്കാളും കൂടുതൽ ഗ്രഹിക്കുന്നവരാണ് എന്നർത്ഥം വെക്കേണ്ടി വരും. കേൾക്കുന്നവരാരാ? ഔ ആമിൻ സാമീൻ മിന്നി എന്ന റിവായത്തിലുണ്ട്. അവ നബി തങ്ങളെ വക്കൽ നിന്ന് കേൾക്കുന്നവർ ആരാ? സ്വഹാബത്തല്ലേ. ആ സ്വഹാബത്തിനേക്കാളും നബി തങ്ങൾ പറയുന്ന ഓരോരുത്തർ പറയുന്നത് ഉൾക്കൊള്ളുന്ന ധാരാളം ആളുകൾ, എമ്പാടും ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ സ്വഹാബത്തിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല എന്ന് തോന്നിപ്പിക്കൂലേ? അങ്ങനെ തോന്നിപ്പിക്കാൻ പാടില്ലല്ലോ. ഈ ഉമ്മത്തിൻ്റെ നേതാക്കൾ സ്വഹാബത്താണ്. അവർക്ക് മനസ്സിലായത് തന്നെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക. എന്നാൽ ചില പദപ്രയോഗങ്ങൾ കൂടെ, ആശയങ്ങൾ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നവർ വരാൻ പോകുന്നുണ്ട്. അവരത് കേട്ട് മനസ്സിലാക്കുന്നവരും ഈമാൻ കൊള്ളുന്നവരുമാണ്. അല്ലെങ്കിൽ ചില പദത്തിൻ്റെ അർത്ഥം ഇന്നതായേക്കാം, ഇന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ വരാനുണ്ട്. അതെല്ലാം വളരെ കുറവാണ്. എന്നല്ലാതെ സാമീങ്ങൾക്ക് ആർക്കും ഒന്നും തിരിയില്ല എന്നുള്ള ധാരണ വെച്ച് പോവരുത്. ആ റുബ്ബ ഇവിടെ തക്ലീലിനിക്കാണ്. കാരണം അടുത്ത മറ്റ് ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. ഹദീസിൽ വരാൻ പോകുന്നുണ്ട്, ഫഇന്ന ഷാഹിദ അസാ അൻ യുബല്ലിഗ മൻ ഹുവ ഔആലഹു മിൻഹു. ഈ ഷാഹിദ് അവൻ കേട്ട വാക്കുകൾ അവനേക്കാളും മനസ്സിലാകുന്ന ആളുകൾക്ക്, അവനേക്കാളും ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുത്തേക്കാം. അവിടെ അസുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊപ്പിച്ച് റുബ്ബ മുബല്ലഗിൻ അർത്ഥം വെക്കാം. റുബ്ബ മുബല്ലഗ് എന്താ അർത്ഥം? റുബ്ബ മുബല്ലഗിൻ, ചില എത്തിച്ചു കൊടുക്കപ്പെടുന്ന ആളുകൾ, ഏറ്റവും ഗ്രഹിക്കുന്നവരാണ് മിൻ സാമിഇൻ, എൻ്റെ വക്കൽ നിന്ന് കേട്ടവരേക്കാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ മറ്റുള്ളവരൊക്കെ നിന്നും സാമിഇ എന്നാണ് മിന്നി എന്ന് പറയാതിരിക്കാനുള്ള കാരണം, മറ്റ് ഉസ്താദന്മാരെ വക്കൽ നിന്ന് കേൾക്കുന്നവരും ആ കേട്ട ആളുകളെക്കാളും ആശയം ഗ്രഹിക്കുന്ന ആളുകൾ പിന്നീട് വന്നേക്കാം എന്നേ അവിടെ അർത്ഥമുള്ളൂ. സാമീങ്ങൾക്ക് തിരിയില്ല എന്നർത്ഥമല്ല. വളരെ ശ്രദ്ധിച്ച് അർത്ഥം വെക്കണം. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ തരം താഴ്ത്താൻ സാധ്യതയുള്ള ഒരു രീതിയിൽ ഒരു കാരണവശാലും അർത്ഥം വെച്ച് പോകരുത്. വളരെ ശ്രദ്ധിക്കണം. റുബ്ബ മുബല്ലഗിൻ, ചില എത്തിച്ചു കൊടുക്കപ്പെടുന്ന ആളുകൾ, അവർ ഏറ്റവും ഗ്രഹിക്കുന്നവരാണ്. മിൻ സാമീൻ, കേട്ടവരെക്കാൾ ഏറ്റവും. കേട്ടവർക്ക് തീരെ തിരിയില്ല എന്നല്ല, കേട്ടവരത് മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് തിരിഞ്ഞിട്ടുമുണ്ട്, അവരതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുമുണ്ട്. എന്നാൽ കുറച്ചും കൂടി സിയാദത്തോട് കൂടെ തഫ്ളീലാണല്ലോ, മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. അത് ഇമാമിയങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. വറുബ്ബ ലിത്തഖ്ലീലി വഖദ് തരിദു ലിത്തക്സീർ. റുബ്ബ ഇവിടെ തക്ലീലിനിക്കാണ്, ചിലപ്പോൾ തക്സീറിനും വരലുണ്ട്. മുബല്ലഗ് ബിഫതഹിൽ ലാമി, ലാമിന് ഫത്ത് കൊണ്ട് മുബല്ലഗ് എന്നാണ് വായിക്കേണ്ടത്. ഔ ആ നഅ്തുല്ലഹു, ഔ ആ എന്ന് പറഞ്ഞത് മുബല്ലഗിന് സിഫത്തായിട്ട് അർത്ഥം വെക്കാം. അത് കൂഫക്കാരും ബസറക്കാരും നമ്മൾ ഇഖ്തിലാഫുണ്ട്.
റുബ്ബ എന്ന് പറയുന്നത് ഒരു ഹർഫാണോ അതല്ല റുബ്ബ ഫിഇലാണോ, അല്ല റുബ്ബ ഹർഫാണോ അതല്ല ഇസ്മാണോ? ഖിലാഫുണ്ട്. ഇസ്മാണെങ്കിൽ റുബ്ബ എന്നുള്ളത് മുദാഫാക്കണം, മുബല്ലഗ മുദാഫ് ഇലൈഹി ആക്കണം. ഹർഫാണെങ്കിൽ സാധാരണ നമ്മൾ നഹ്വിൻ്റെ കിതാബെല്ലാം ഓതി പോരുന്ന മാതിരിയാണെങ്കിൽ റുബ്ബ ഹർഫ് ജാറ്, മുബല്ലഗിൻ ലഫ്ദ് മജ്റൂർ, മഹല്ല് മർഫൂ മുബ്തദ, ഔ ആ ഖബർ. മിൻസാമി ജാർ മുതഅല്ലഖ് ഔനോട്. അപ്പോൾ എന്ത് ചെയ്തു? റുബ്ബക്ക് മുതഅല്ലഖ് ആവശ്യമില്ലാത്ത ഒരു ഹർഫാണ്. മാത്രമല്ല മുബല്ലഗ് എന്നുള്ളതിൻ്റെ മഹല്ല് ഇബ്തിദാന്റെ മേൽ മർഫൂ ആണ്, മുബ്തദയുമാണ്, മുബ്തദയും ഖബറുമാണ്. മുബല്ലഗിന് ഔ എന്ന് പറഞ്ഞത് മുബല്ലഗും മുബ്തദയും ഔ എന്നുള്ള ഖബറും റുബ്ബ കടന്നുകൊണ്ട് ജർ ചെയ്തു. അതാണ് സാധാരണ വെക്കുന്നത്. വേറെ പല തർക്കീബുകളും അവിടെ മഹാന്മാർ വെച്ച് പോന്നിട്ടുണ്ട്. ആശയങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം. വബിഹി ഖാല ശൈഖുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല വനഫഅനാ ബിഉലൂമി. حدثنا مسدد قال حدثنا بشر قال حدثنا ابن عون عن ابن سيرين عن عبد الرحمن بن أبي بكرة عن أبيه أنه ذكر رضي الله عنهم أنه ذكر النبي صلى الله عليه وسلم قعد على بعيره وأمسك إنسان بخطامه أو بزمامه قال أي يوم هذا فسكتنا حتى ظننا أنه سيسميه سوى اسمه قال أليس يوم النحر قلنا بلى قال فأي شهر هذا فسكتنا حتى ظننا أنه سيسميه بغير اسمه فقال أليس بذي الحجة قلنا بلى قال فإن دماءكم وأموالكم وأعراضكم بينكم حرام كحرمة يومكم هذا في شهركم هذا في بلدكم هذا ليبلغ الشاهد الغائب فإن الشاهد عسى أن يبلغ من هو أوعى له منه. ഈ ഹദീസിലെ റാവിമാര് 6 പേരാണ്. ഒന്ന് മഹാനായ മുസദ്ദദ് റളിയല്ലാഹു അൻഹു, 2 ബിശ്ർ ബിനുൽ മുഫല്ലൽ മഹാനവർകൾ, ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടവരാണ്, അബ്ദുല്ലാഹി ബിൻ ഔനിനെയും കേട്ടവരാണ്. അവരെ തൊട്ട് ഇമാം അഹ്മദ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖാല ഇലൈഹിൽ മുന്തഹാ ഫി തസബ്ബുതി ബിൽ ബസറ, ബസറയിൽ വെച്ച് ഹദീസിനെ ഉറപ്പിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ അറ്റം മഹാനായ ബിശ്ർ ബിൻ മുഫല്ലലാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അബൂ സുർഅ റളിയല്ലാഹു അൻഹു, അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞത് സിഖത്തുൻ, ഹദീസ് റിവായത്ത് ചെയ്യാൻ പറ്റിയ ആളാണ്, വിശ്വസ്തരാണ്. മുഹമ്മദ് ബിൻ സഅദ് പറഞ്ഞു കാന സിഖത്തൻ കസീറൽ ഹദീസി, ഹദീസ് അധികരിച്ച സിഖത്താണവർ. അവരുടെ വഫാത്ത് നടക്കുന്നത് 186-ലാണ്. വഖാല ഇന്നഹു കാന യുസല്ലി കുല്ല യൗമിൻ 400 റക്അത്തിൻ യസൂമു യൗമൻ വയുഫ്തിറു യൗമാ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സഅദ് തബക്കാത്തുള്ള ആളാണ്. അവർ പറയാണ്, ബിശ്ർ ബിൻ മുഫല്ലൽ എന്ന മഹാൻ ഓരോരോ ദിവസവും 400 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു.
അതുപോലെ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയും മറ്റൊരു ദിവസം നോമ്പ് മുറിക്കുകയും ചെയ്യും. അങ്ങനെ ഒന്നരാടം പതിവായി നോമ്പ് നോൽക്കുന്നവരുമാകുന്നു. ഇതാണ് ഇമാം ബുഖാരിയുടെ മശായിഖന്മാർ. അതാണ് മഹാന്മാർ പറയുന്നത്, എന്ത് കാര്യങ്ങളുമുണ്ടോ ബുഖാരിയുടെ സനദടക്കം ഒരു ഹദീസ് വായിച്ച് തവസ്സുലാക്കിയാൽ ഇജാബത്ത് ലഭിക്കും എന്ന് പറയുന്നത്. കാരണം എല്ലാവരും മഹാന്മാരാണ്. അവരുടെ പേര് പറയാൻ പോലും നമ്മുടെ നാവ് പോരാൻ തോന്നിപ്പോവും അവരുടെ മഹത്വം കണ്ടാൽ. ഹദീസിൽ നിന്ന് മൂന്നാമത്തെ ആൾ, നമ്മുടെ സനദിൽ വെച്ച മൂന്നാമത്തെ റാവി അബ്ദുല്ലാഹിബിനു അവ്നുബിന് അർത്തുബാൻ അൽ ബസരി, ബസറക്കാരനായ അബ്ദുല്ലാഹിബിന് അവ്നുബിന് അർത്തുബാൻ. ഈ അർത്തുബാൻ എന്ന് പറയുന്നത് സഹാബിയായ അബ്ദുല്ലാഹിബിന് മുഗഫൽ സഹാബിയാണ്. അവരുടെ അടിമയായി ഇരുന്നു, പിന്നെ മോചിപ്പിച്ചതാണ്. അവർ വലിയ മഹത്വമുള്ളവരാണ്. അബ്ദുല്ലാഹിബിൻ അവൻ റളിയല്ലാഹു അൻഹു, അവർ ഖാസിം ബിൻ മുഹമ്മദ്, ഹസൻ ബസരി, മുഹമ്മദ് ബിൻ സീരീൻ ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ കണ്ടവരാണ്. അവരെ തൊട്ട് ഷുഅബ, ഇമാം സൗരി, അബ്ദുല്ലാഹിബിൻ മുബാറക്ക് ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുമാണ് റളിയല്ലാഹു അൻഹും. മഹാനായ ഇമാം ഖാരിജ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹിബ്തു ഇബ്ന ഔനിൻ 24 സന. അബ്ദുല്ലാഹിബിൻ ഔൻ റളിയല്ലാഹു അൻഹു നമ്മുടെ റാവി, അവരുടെ കൂടെ തന്നെ ഞാൻ നടന്നിട്ടുണ്ട് 24 കൊല്ലം. ഫമാ അഅലമു അന്നൽ മലായികത കതബത് അലൈഹി ഖതിയാ. 24 കൊല്ലം ഞാൻ സഹവസിച്ചു അബ്ദുല്ലാഹിബിൻ ഔനിനോട് കൂടെ. എന്നിട്ട് ഈ 24 കൊല്ലത്തിൽ അള്ളാഹുവിൻ്റെ മലായികത്തിൽ നിന്ന് സയ്യിആത്ത് എഴുതുന്ന മലക്കുകൾ, അതീദ്, അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു കുറ്റം, ഒരു പ്രശ്നം എഴുതാൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. 24 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റായി പറയപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് അബ്ദുല്ലാഹിബിൻ ഔനിൽ നിന്നുണ്ടായിട്ടില്ല, മലക്കയ്ക്ക് എഴുതാൻ കിട്ടിയിട്ടില്ല. ഇമാം അബൂ ഹാത്തിം പറയുന്നു, ഹുവസിക്കത്തുൻ, ഇബാദത്തുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, ഹദീസിനിക്ക് വേറെ നിൽക്കാണ്, മഹാന്മാരെ പറയുന്നതാണ് സിക്കത്താണ്, അതാ സിക്കത്തുൻ. വഖാല അംറു ബിൻ അലിയൻ ഉലിദ സനത 66. ഹിജ്റ 66 അവരുടെ ജനനമുള്ളത്. അവർ മരിക്കുമ്പം അവർക്ക് 85 വയസ്സാകുന്നു. 151 വഫാത്തായത് എന്നും അഭിപ്രായമുണ്ട്. ധാരാളം ശിഷ്യഗണങ്ങളുള്ള മഹാനാണ് അബ്ദുല്ലാഹിബിൻ ഔൻ റളിയല്ലാഹു അൻഹു. 4-മത് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു, നാം അവരെ പറ്റി വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. 5-മത് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്ര നുഫൈ ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അബ്ദുറഹ്മാൻ എന്നവർ. അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ? ബസറയിൽ വെച്ച് മുസ്ലിമായി ആദ്യം ജനിച്ച കുട്ടി. ബസറയിൽ അന്ന് അതിന് മുമ്പ് മുസ്ലിമീങ്ങളില്ല എന്നല്ല, ഒക്കെ തൊപ്പിട്ടോലാണ്, മുസ്ലിം ആയോലാണ്. ജനിക്കുന്നത് മുശ്രിക്കായി, കാഫിറായി. പിന്നീട് ദൈവത്തെത്തി അവർ മുസ്ലിമായവരാണ് ബാക്കിയുള്ളവരെല്ലാം. എന്നാൽ മുസ്ലിമിൻ്റെ മകനായി ആദ്യമായി ജനിച്ച കുട്ടിയാണ് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്ര റളിയല്ലാഹു അൻഹു. ഹിജ്റ 14 ജനനം. ബസറയിൽ ഒരു മുസ്ലിമിൻ്റെ കുട്ടി ആദ്യം ജനിച്ചത്, അതാ മുസ്ലിമായി ആദ്യം ജനിച്ചത് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്ര റളിയല്ലാഹു അൻഹുവാണ്. അവരുടെ പിതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലിയാർ തങ്ങളെ കണ്ടിട്ടുണ്ട്, മറ്റു പല മഹാന്മാരെയും കണ്ടിട്ടുണ്ട്. കാരണം ഹിജ്റ 14 അവരെ തൊട്ട് ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വേറെയും സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ആറാമത്തെ ആള് അവരുടെ പിതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ പേരുള്ളത് നുഫൈ. അവരെ പറ്റി ചെറിയൊരു ചർച്ച നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു ദക്കറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു. ഖഅദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. അലാ ബഈരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഈറിൻ്റെ മേൽ. ബഈർ എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നർത്ഥം. ആണൊട്ടകമായാലും വേണ്ടില്ല, പെണ്ണൊട്ടകമായും വേണ്ടില്ല. ജമല് പറഞ്ഞാൽ ആണൊട്ടകം, നാക്കത്ത് പറഞ്ഞാൽ പെണ്ണൊട്ടകം. ഇത് ഇൻസാൻ എന്ന് പറഞ്ഞ മാതിരിയാണ്. മനുഷ്യൻ ആണാലും പെണ്ണാലും മനുഷ്യനല്ലേ. എന്ന മാതിരി ബഈർ പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ മേലിരുന്നു. വഅംസക ഇൻസാനുൻ, മറ്റൊരു മനുഷ്യൻ പിടിച്ചു. ബിഖിത്വാമിഹി, അതിൻ്റെ മൂക്കയറിനെ. ഔ ബിസിമാമിഹി, ശക്രാവിയാണ്. ഖിത്താമും സിമാമും രണ്ടും ഒന്ന് തന്നെയാണ്, മൂക്കയറ്. ഖാല അയ്യു യൗമിൻ ഹാദാ, മിനയിൽ വെച്ചാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് ഏത് ദിവസമാണ്? ഫസക്കത്നാ, ഞങ്ങൾ മുണ്ടാതെ നിന്നു. റസൂലുള്ള ചോദിക്കുകയാണ്, അയ്യു യൗമിൻ ഹാദാ, ഞങ്ങൾ മുണ്ടിയില്ല. എന്തിനാ മുണ്ടാതെന്നതെന്ന് പറയണേ. ഹത്താ ളനന്നാ അന്നഹു സയുസമ്മീഹി സിവസ്മിഹി. ഹത്താ ളനന്നാ, ഞങ്ങൾ വിചാരിച്ചു. മുണ്ടാക്കാനുള്ള കാരണം പറയുക, മുണ്ടാക്കാനുള്ള കാരണം എന്താ? ഹത്താ ളനന്നാ, ഞങ്ങൾ വിചാരിച്ചതിന് വേണ്ടി. അന്നഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയുസമ്മീഹി, ആ ദിവസത്തിന് റസൂലുള്ളാഹി തങ്ങൾ പേര് പറയും. സിവസ്മിഹി, അതിന് സാധാരണ എല്ലാവരും പറയുന്ന പേരുണ്ട്, ആ പേരല്ലാത്തൊന്ന്. ഇത് പെരുന്നാൾ ദിവസമാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അതല്ലാത്ത പുതിയൊരു പേര് പറഞ്ഞു തരുമെന്ന് മനസ്സിലാക്കിയിട്ട് ആരും ഒന്നും ഉണ്ടില്ല. വേറെ റിവായത്തിലുണ്ട് അല്ലാഹു റസൂലു അഅലം എന്ന് പറഞ്ഞു. ഇത് ഏത് ദിവസമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത്, ആർക്കും അറിയും. പിന്നെ ചോദിക്കുമ്പം അതെന്തോ പ്രത്യേകതയുള്ള പേരോ കാര്യങ്ങളോ ഉണ്ടായത് കൊണ്ടാണ് അത് അല്ലാഹു റസൂലിനെ അറിയുള്ളൂ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് വേറെ റിവായത്തിൽ അങ്ങനെ ഉണ്ട്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈസ യൗമൻ നഹർ, ഇത് ബലി പെരുന്നാൾ ദിവസമല്ലയോ എന്ന് ചോദിച്ചു. ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ബലാ, അതെ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅയ്യു ശഹരിൻ ഹാദാ, എന്നാ പിന്നെ ഇത് ഏത് മാസമാണ്? ഫസക്കത്തിന, ഞങ്ങൾ മുണ്ടാതെ നിന്നു. ഹത്താ ളനന്നാ അന്നഹു സയുസമ്മീഹി ബിഗൈരി ഇസ്മിഹി, ഞങ്ങൾ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിവസത്തിനേക്ക്, മാസത്തിനേക്ക് അതിൻ്റെ അറിയപ്പെട്ട സാധാരണ എല്ലാവരും പറയുന്ന ദുൽഹിജ്ജ എന്നതല്ലാത്ത വേറെ പേര് പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ മുണ്ടാതെ നിന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈസ ബിദിൽ ഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസല്ലേ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ബലാ. ഖാല ഫഇന്ന ദിമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഇന്ന ദിമാഅക്കും, തീർച്ചയായും നിങ്ങൾക്കുള്ള രക്തങ്ങൾ, വ അംവാലക്കും, നിങ്ങൾക്കുള്ള സമ്പത്തുകൾ, വ അറാദക്കും, നിങ്ങൾക്കുള്ള അഭിമാനങ്ങൾ, ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ, ഹറാമുൻ, ആദരിക്കപ്പെടേണ്ടതാണ്, അതെല്ലാം വിശുദ്ധി നൽകപ്പെടുന്നതാണ്. കഹുർമത്തി യൗമിക്കും ഹാദാ, നിങ്ങളെ ഈ ദിവസത്തിനേക്കുള്ള ആദരവ് പോലെ, ഫീ ശഹരിക്കും ഹാദാ, നിങ്ങളുടെ ഈ മാസത്തിലായി മാസത്തിലായ സ്ഥിതിയിൽ, ഫീ ബലദിക്കും ഹാദാ, നിങ്ങളുടെ ഈ നാട്ടിലായ സ്ഥിതിയിൽ. നിങ്ങളുള്ളത് ഹറമിലാണ്. ഹറമിലായി ദുൽഹജ്ജ് മാസത്തിലായി നിങ്ങളുടെ ഈ വലിയ പെരുന്നാൾ ദിവസത്തിനേക്ക് എത്രമാത്രം അതവുണ്ടോ, ബഹുമാനമുണ്ടോ, അതുപോലെ നിങ്ങളുടെ രക്തങ്ങൾ, മുതലുകൾ, നിങ്ങളുടെ അഭിമാനങ്ങൾ എല്ലാം വിശുദ്ധി കൽപ്പിക്കപ്പെടുന്നതാകുന്നു. ലിയുബല്ലിഗി ഷാഹിദു അൽ ഗായിബ, ലിയുബല്ലിഗി ഷാഹിദു, ഹാജറുള്ളവർ എത്തിച്ചു കൊടുക്കട്ടെ, അൽ ഗായിബ, ഇവിടെ ഹാജറില്ലാത്തവർക്ക്. ഫഇന്ന ഷാഹിദ, കാരണം തീർച്ചയായും ഷാഹിദ്, ഇവിടെ ഹാജരായവർ, അസാ അൻ യുബല്ലിഗ,
അവരെത്തിച്ചു കൊടുക്കുന്നവർ ആയേക്കാം. മൻ ഒരുത്തർക്ക് ഹുവ അവരാകുന്നത് ഔ ആലഹു ആ എത്തിച്ചു കൊടുക്കുന്ന ഒന്നിനെ ഏറ്റവും ഗ്രഹിക്കുന്നവരാണ് മിൻഹു ഇക്കേട്ട ഷാഹിദിനേക്കാൾ ഏറ്റവും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുത്തേക്കാം. അതുകൊണ്ട് നിങ്ങളിലേക്കാളും ഈ കാര്യം ഉൾക്കൊള്ളുന്ന ആളുകൾ വന്നേക്കാം. അതുകൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുത്. നിങ്ങളുടെ ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ച ആശയം എത്തിച്ചു കൊടുത്താൽ പോരാ, അത് നിങ്ങൾ ഗ്രഹിച്ചതേ ആവുള്ളൂ. നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് എൻ്റെ വാക്കുകൾ ഞാൻ എങ്ങനെ പറഞ്ഞോ അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കുമ്പോൾ അതെനിക്ക് സാഹചര്യമായി പുതിയ പുതിയ സംഭവവികാസങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് ആശയവ്യത്യാസമില്ലാതെ പ്രശ്നങ്ങൾക്ക് വാക്കുകൾക്ക് മാറ്റം വരുത്താതെ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ. ഈ ഹദീസിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ കാലത്ത് ലോകത്തോട് പറയേണ്ട വിഷയം ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ബൈനക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശൈരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഒരുവരെയും കൽപ്പിക്കാത്ത നാട്, എപ്പോഴും ആരെയും എങ്ങനെയും എന്ത് കുറ്റം ചുമത്തിയിട്ടും ഇവിടെ കോടതി ഉണ്ടായിട്ടും കാര്യമില്ല, ഗവൺമെൻറ് ഉണ്ടായിട്ടും കാര്യമില്ല, ഭരണാധികാരികൾ ഉണ്ടായിട്ടും കാര്യമില്ല. കൊല്ലന്നെ, തീയിടന്നെ. എന്തിനാന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. എന്തുകൊണ്ട്? ആര് എന്ത് തെറ്റ് ചെയ്താലും തെറ്റിന് ശിക്ഷിക്കാനാണല്ലോ ഗവൺമെൻറ്. എന്ത് തെറ്റ് ചെയ്താലും ഇന്ന കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കുക എന്നല്ലാതെ ഒരു ഭരണകൂടമുള്ള നാടുകൾക്ക് ജനങ്ങൾക്ക് അധികാരം കയ്യിലെടുക്കാൻ കാരണമില്ലല്ലോ, അധികാരം കയ്യിലെടുക്കാൻ പാടില്ലല്ലോ, ശിക്ഷ നടപ്പിലെടുത്താൻ പാടില്ലല്ലോ. ഇന്നത്തെ ചാനലുകളിൽ നിന്നിട്ട് ചില ചാനൽ അവതാരകർ ഒരു കൊലക്കുറ്റം, അല്ലെങ്കിൽ തീയിട്ടത്, അല്ലെങ്കിൽ ഒരാളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ എന്തിനാണ് ആ പണി ചെയ്തത് എന്നിട്ട് അതാണ്ട് വിശകലനം ചെയ്യും. ഓൻ്റെ അടുത്ത് പശുവിൻ്റെ മാംസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓൻ കള്ളു കുടിച്ചിരുന്നു, അല്ലെങ്കിൽ ഓരടുത്ത് കള്ളപ്പണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെന്തോ തെറ്റോ ചെയ്ത് വേറെന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ ജനങ്ങൾ ഇവനെ വൈദിച്ചത്. ആ ചോദ്യം എങ്ങനെ ചോദിക്കുക? കുറ്റം ചെയ്തത് കൊല്ലപ്പെടേണ്ട കുറ്റം തന്നെ ഒരാൾ ചെയ്തു എന്ന് വെക്കുക. എന്നാൽ അതിന് ശിക്ഷിക്കാൻ വ്യക്തികൾക്ക് അധികാരമുണ്ടോ? അധികാരമില്ലാത്തൊരു വിഷയത്തെപ്പറ്റി പിന്നീട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടോ? ഇന്നത്തെ മീഡിയകളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ബല അതാണ്. മനുഷ്യന്മാർക്ക് ആർക്കും ഏത് തമ്മാടികൾക്കും ഏതൊരാളെയും ഉപദ്രവിക്കാൻ കാരണം ഉണ്ടെങ്കിൽ കാരണം എന്താണെന്നാ ചോദിക്കുക. എന്തിനാ ഓനെ കൊന്നത്? എന്തിനാണ് ഓനെ അപമാനിച്ചത്? എന്തിനാണ് ഓനെ തെറി പറഞ്ഞത്? എന്തിനാണ് ജനമധ്യത്തിൽ വെച്ച് അവൻ്റെ വസ്ത്രം ഊരിയത്? എന്തിനാണ് അവനെ ചാണകം തേച്ചത്? എന്തിനാണ് അവനെ മുട്ടയെറിഞ്ഞത്? ചോദ്യം ചോദിക്കല. എന്തിനാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? എന്തിനാണെങ്കിലും ഒരു ഭരണകൂടമുള്ളവർക്ക് ജനങ്ങൾക്ക് അധികാരം കയ്യിലെടുക്കാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ആ ചോദ്യം തന്നെ നിർത്തണം. കുറ്റവാളിയെ പിടിച്ചു കൊടുക്കാം, ഇവൻ കുറ്റവാളിയാണെന്ന് വാദിക്കാം. വാദത്തിൽ ജയിച്ചാൽ അതിന് അനുവദിക്കപ്പെട്ട ശിക്ഷകൾ ഗവൺമെൻറ് കൊടുക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളുടെ രക്തങ്ങൾ, നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ മാനങ്ങൾ
നിങ്ങളുടെ ഇടയിൽ ഹറാമാണ്, ഒരാളും അത് കൈവച്ച് പോകരുത്. അത് വളരെ ആദരിക്കപ്പെടേണ്ടതാണ്. അതിനൊക്കെ വലിയ സ്ഥാനമാനങ്ങളുണ്ട്. ആരും ആരെയും ഒന്നും തന്നെ ചെയ്യരുത്. കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശൈരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന നാടാണ് പരിശുദ്ധ ഹറം. മക്ക ശരീഫും അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള ഹറമും. ആ ഹറമിൽ വെച്ച് ഒരാളെ പോലും കൊല്ലാനോ ഉപദ്രവിക്കാനോ വമൻ യുരിദ് ഫീഹി ബിൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. പരിശുദ്ധ ഹറമിൽ വെച്ച് ആരെങ്കിലും ഒരാളെ അതിക്രമം കാട്ടണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും അവന് ഞാൻ ശക്തമായ അദാബ് നൽകും. ഹറമിൽ എത്തിയ ഒരാൾ അവൻ മനസ്സുകൊണ്ട് കരുതുകയാണ്, ഞാൻ നാട്ടിക്ക് തിരിച്ചു പോട്ടവനെ ഞാൻ കാട്ടിക്കൊടുത്തോളാ, കുറ്റവാളിയെ ശിക്ഷിച്ചോളാ എന്ന് അവൻ അവിടെ വെച്ച് ഉദ്ദേശിച്ചാൽ ഒരു അതിക്രമം ചെയ്യണമെന്ന്, സ്വന്തമോ അല്ലാത്തവരെയോ എന്തെങ്കിലും ഒരു അതിക്രമം തെറ്റ് ചെയ്യണമെന്ന് ഹറമിൽ വെച്ച് ഉദ്ദേശിച്ചാൽ പോലും അവനിക്ക് ശക്തമായ അദാബാണ്. ഹറമല്ലാത്ത സ്ഥലത്തുനിന്ന് കുറ്റം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് കുറ്റമില്ല. കുറ്റം ചെയ്താലേ ശിക്ഷ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ചെയ്യണമെന്ന് ഉറപ്പിച്ചാലേ കുറ്റമുള്ളൂ എങ്കിൽ, പരിശുദ്ധ ഹറമിൽ വെച്ച് കുറ്റം ചെയ്യണമെന്ന് കരുതിയാൽ തന്നെ അവനിക്ക് കാഫിരീങ്ങൾക്കുള്ള അദാബുൻ അലീം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഹറമാണ്. ആ ഹറമിൽ വെച്ച് പരിശുദ്ധ ദുൽഹജ്ജ് മാസം, ഹജ്ജിൻ്റെ മാസം, ആദരിക്കപ്പെടുന്ന മാസം, വലിയ പെരുന്നാൾ ദിവസം. വലിയ പെരുന്നാളിൻ്റെ പ്രത്യേകത ലോകം മുഴുവനുമുള്ളതാണ്. ആ ദിവസത്തിനക്ക് എന്തെത്രമാത്രം പവിത്രതയുണ്ടോ ആ പവിത്രത പോലെ ഓരോരുത്തരുടെയും രക്തങ്ങൾക്ക്, ഓരോരുത്തരുടെയും മുതലുകൾക്ക്, ഓരോരുത്തരുടെയും മാനങ്ങൾക്ക് നിലവാരമുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, എന്നിട്ട് പറയാണ്, ലിയുബല്ലിഗി ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എൻ്റെ വക്കൽ നിന്ന് കേൾക്കുന്ന ഓരോന്നും ഏത് ഷാഹിദും ഏത് ഗായിബായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞോടത്തോളം എത്തിച്ചു കൊടുക്കട്ടെ. ഇതാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഹദീസിൽ ലിയുബല്ലിഗി ഷാഹിദുൽ ഗായിബ എന്ന് പഠിക്കാൻ പറ്റിയ പ്രധാന വിഷയമാണ്. അല്ലാഹുവിൻ്റെ റസൂല് ഹജ്ജത്തുൽ വിദാഇൽ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ഏൽപ്പിച്ചൊരു കാര്യമാണ്. ഷാഹിദീങ്ങൾ ഗായിബിനക്ക് എത്തിച്ചു കൊടുക്കണം. നബി തങ്ങളുടെ വാചകങ്ങൾ, നബി തങ്ങളുടെ ഹദീസുകൾ അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് ഒരു കാരണവശാലും ഖിയാമത്ത് നാൾ വരെ നശിക്കൂല. കാരണം ആ ഒരു ഉത്തരവാദിത്വം ലോകത്ത് മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തിട്ടിരിക്കുന്നു. നബി തങ്ങളുടെ ഹദീസുകൾ ഒരൊറ്റൊന്നും എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരാളും വീഴ്ച വരുത്തിയിട്ടില്ല. ഇമ്മത്ത് വീഴ്ച വരുത്തിയിട്ടില്ല, സ്വഹാബത്ത് വീഴ്ച വരുത്തിയിട്ടില്ല, അവർക്ക് നിന്ന് ലഭിച്ച താബീങ്ങൾ വീഴ്ച വരുത്തിയിട്ടില്ല, താബീങ്ങൾക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ വീഴ്ച വരുത്തിയിട്ടില്ല. ഇമ്മത്തുകൾക്ക് എത്തിയപ്പോൾ അത് ജനങ്ങളുടെ ഹിഫ്ളിൻ്റെ ശക്തി കുറഞ്ഞപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടതിൻ്റെ പേര് തെതുവീം ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകത്ത് മുഴുവനും ലഭ്യമാണ്. ലഭ്യമല്ലെങ്കിൽ നബി തങ്ങളുടെ ഈ ഒരു പ്രത്യേകമായ ആജ്ഞ പാലിക്കുന്നതിൽ മുസ്ലിമീങ്ങൾ വീഴ്ച വരുത്തി എന്ന് വരും. അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. ഹദീസുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, ഒരൊറ്റൊന്നും പോകൂല. ഇത് വിശദമായ ചർച്ച മുഖദ്ദിമയിൽ നാം ചെയ്തിട്ടുണ്ട്.